അതിലല്ല ഒരു വിശ്വാസി സങ്കടപ്പെടേണ്ടത്. അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും. അതൊക്കെ കുറച്ചുള്ളൂ. നമ്മളിവിടുന്ന് പോയാൽ മക്കൾക്കാ കിട്ടുക. നമ്മളൊന്നും ഇത് കൊണ്ടുപോകില്ല. നമ്മളെന്താണോ ചിലവാക്കിയത് അതാണ് നമ്മളത്. നമ്മൾ ചിലവാക്കിയതാണ് നമ്മളത്. നമ്മൾ പോകുമ്പോൾ നമ്മൾ പേടിച്ചേണ്ടതും അത് തന്നെയാണ്. ആളുകൾ എപ്പോഴും പറയാൻ എന്താണ്, ഞാൻ മരിച്ച എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, എൻ്റെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്, ആരാ വീടുണ്ടാക്കി കൊടുക്കുക, ആരാണ് അവരെ പഠിപ്പിച്ച, എൻ്റെ സ്ഥാപനം എന്താവും, ഇതെന്താവും. സഹോദരങ്ങളെ അങ്ങനെയല്ലൊക്കെ നമ്മുടെ തോന്നലാണ്. ഒരിക്കൽ എന്താണ് ഈ നമ്മൾ ഇതൊക്കെ കൊടുക്കുമല്ലോ, സ്വതക്കും സക്കാത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്ട് നമ്മൾ പെരയ്ക്ക് പോകുമ്പം ഒരു യത്തീമിൻ്റെയും ഒരു മിസ്കീൻ്റെയും പേര് അടുത്തടുത്താണ്. അപ്പോൾ യത്തീമിനെ കിട്ടലുള്ളൂ. കാരണം എല്ലാവരും യത്തീമക്കൊക്കെ കൊടുക്കുക, നേർച്ചയിലൊക്കെ അങ്ങനെയുള്ളൂ. എന്തെങ്കിലും ഇടങ്ങേറി വരുമ്പോൾ നമ്മളെ നാട്ടുകാരൊക്കെ യത്തീമിനാണ് നേർച്ചയില്ല. അപ്പോൾ യത്തീമിൻ്റെ പെരയ്ക്കൊന്നും ഇങ്ങനെ ആൾക്കാർ വന്ന് ഓരോന്ന് കൊടുക്കും. അപ്പോൾ ഇപ്പുറത്ത് മിസ്കീനാണ്. അപ്പോൾ അവിടെ പെണ്ണുങ്ങൾ ഈ കൊടുക്കാൻ വേണ്ട പൊതി ഉണ്ടാണ്ട് ഈ പെണ്ണുങ്ങൾ പുറത്തേക്ക് വന്നിട്ട് അറിയാം, ഞങ്ങൾക്കില്ലേ ചോദിച്ചു. നിങ്ങൾക്ക് ഇവിടെ ആളില്ലേ, ജോലിക്കൊക്കെ ആളില്ലേ. അപ്പോൾ ആ പെണ്ണ് പറയാണ്, ഇവിടെ ഒരു തന്തണ്ട്, പണിക്കും പോലും അങ്ങനെ കുത്തെടുക്കും. ഇയാളിവിടെ ഉള്ളതുകൊണ്ട് ആരും ഇങ്ങോട്ടൊരു പൊതിയായിട്ട് വരില്ല. ഇയാളൊന്ന് മരിച്ചിട്ടിയാൽ മതിനു, എന്നാൽ ഓൽക്കും പൊതിയിട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ വിചാരം എന്താ അറിയോ, നമ്മളിങ്ങനെ ജീവിക്കണോണ്ടാണ് ഇതൊക്കെ. നമ്മൾ മരിച്ചാൽ അവിടെ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പറ്റപ്പട്ടിണിയാവുന്ന ഒരു ചുക്കും സംഭവിക്കില്ല. എത്ര പറഞ്ഞിട്ടും നന്നാകാത്തൊരു മകൻ വാപ്പ മരിച്ചപ്പോൾ നന്നായി. ആൾക്കാർ പറഞ്ഞു വാപ്പ മരിച്ചത് നന്നായി, കാരണം അവന് ബോധം വന്നു. ജീവിച്ച കാലത്ത് വാപ്പ 18 അടവ് നോക്കി അവൻ നന്നാക്കാം, അവൻ നന്നായില്ല. മരിച്ചപ്പോഴും അവൻ നന്നായി. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചാണ് നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ. നമ്മളിട്ട് പോയാൽ കൂടി പൊളിഞ്ഞോട് ഒരു പൊളിഞ്ഞാടില്ല. നമ്മൾ പോയാൽ, നിങ്ങൾ പോയാൽ സഹോദരങ്ങളെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്താവുന്നല്ല, പോയോടുത്ത് എന്താവുന്നതാണ്. ഖബറിൽ എന്തായിക്കാരം സ്ഥിതി, എൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിക്കാരം പഠിച്ചോനെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ബാക്കിയാക്കി പോണതിനെ പറ്റി നിങ്ങൾ ഒരു പേടി പേടിച്ചണ്ട. ഇവിടെ അടിക്കടി സമുദായം മെച്ചത്തേക്കാണ് പോണത്. പണ്ട് ഒരു വള്ളിയില്ലോരെ പെരെ മരത്തി ചെന്നപ്പോൾ 4 വണ്ടിയാണ് കിടക്കണത്. പണ്ട് സൈക്കിള് ആഗ്രഹിച്ചവൻ്റെ കയ്യിൽ ഇപ്പോൾ 3-4 കാറാണ്. ഒരു പീടിയുള്ളവന് 4-5 പീടിയാണ്. കോമ്പല കണക്കിന് ഷോപ്പുകളാണ് ഇപ്പോൾ. വരുമാനം എന്താ ചെയ്യേണ്ട ആൾക്കാർക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും കൂടി ഒന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങളൊരു പേടിയും പിടിച്ചാൽ, നിങ്ങൾ മരിച്ച് നിങ്ങളെ കുട്ടി എത്തിയുമോ എന്തായാലും ഇവിടെ കമ്മിറ്റിക്കാരുണ്ടാവും, കെട്ടിച്ചും പഠിപ്പിച്ചും പേരയറ്റി കൊടുക്കും, ഒന്നും സംഭവിക്കില്ല. നിങ്ങളില്ലാത്തതിനേക്കാൾ ഹൈറൈക്കാരം, അത്രേ ഉള്ളൂ. പക്ഷെ പോയാണ്ടല്ലോ, എൻ്റെ ഖബറിലെ അവസ്ഥ എന്താ, അതാണ് ഞാൻ ആലോചിക്കേണ്ടത്. എൻ്റെ ഖബറിലെ അവസ്ഥ എന്താ, അതാണ് ഞാൻ ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖബറിന്റെ അരികിലൂടെ മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീസൻ, വളരെ റീസെന്റ് ആയിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു എന്നാണ്. നമ്മൾ എത്ര ഖബർസ്ഥാൻ നമുക്കറിയാം. ഖബർസ്ഥാനോട് അങ്ങനെ പോകുമ്പം ഇത് ഇന്നലെ മിഞ്ഞാന്നുണ്ടായ ഖബറാണ്, കണ്ടാൽ മനസ്സിലാവും. ഒരു പുതിയ മണ്ണും ഒരു നനവൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് പുതിയ ഖബറാണ്. നബി പറയാണ്, അബൂ ഹുറൈറ പറയാണ്, നബി ഇങ്ങനെ നടന്നു പോയി, നബി അവിടെ നിന്നു, സഹാബത്ത് നിന്നു. നബി പറയാണ്, ഈ ഖബറാളി, ഈ ഖബർ കിടക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പം എന്താ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾക്ക് അറിയാമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളെ ദുന്യാവിൻ്റെ നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ്സിൽ അയാളെങ്ങാനിഞ്ഞ് ഭൂമിക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബംഗ്ലാവല്ല സഹോദരങ്ങളെ, പുതിയ ഇലക്ട്രിക്കിൻ്റെ വോൾവോ കാറല്ല അയാൾക്ക് ഇഷ്ടപ്പെട്ടത്, ബംഗ്ലാവുകളല്ല, ബിസിനസ് അല്ല. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. മിമ്മാ തഹ്കിറൂന വതംഫിലൂന എന്നാ നബി പറഞ്ഞത്. നിങ്ങൾ പുച്ഛിക്കുന്നു, നിങ്ങൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്ത്. ഈ പള്ളിക്കണ് കയറി വരുമ്പോൾ 1:08 കയറി 1:08 30 1 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ജമാഅത്ത് തുടങ്ങാം. പക്ഷെ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നമുക്കറിയാം 1.5 മിനിറ്റ് കൊണ്ട് സുന്നത്ത് നിസ്കരിച്ചാൽ ടട്ടട്ടക്കട്ടാണ്ട് നമ്മൾ ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചു, കൂലിട്ടോയിന്. അതാണ് ഏറ്റവും നിസ്സാരമായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതാണ് ഈ ഖബറാളിപ്പം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നബി പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ ദുനിയാവല്ല. അങ്ങനെ ലോക്കായി നിൽക്കുന്നൊരവസ്ഥ നമുക്കൊക്കെ വരും ഖബറിൽ. നമ്മളെ മേലെ കൂടെ ആൾക്കാർ നടന്നു പോകും. ആ സമയത്ത് സഹോദരങ്ങളെ, ഇത് ഇപ്പൊ പറഞ്ഞു തരുന്ന എന്തിനാ, അത് സഹാബത്തിനാ പറഞ്ഞു കൊടുക്കണേ. ആ കിടക്കണ മനുഷ്യനൊന്നും ചെയ്യാനില്ലെന്ന് വിചാരണ മാത്രമേ കാത്തിക്കണുള്ളൂ. അള്ളാഹിന്റെ കാരുണ്യത്തിൽ മാത്രമേ പിന്നെ പ്രതീക്ഷയുള്ളൂ.
പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ? ഇത് ചെയ്യാനുള്ള സമയമാണ്, ആരോഗ്യമുണ്ട്, അറിവുണ്ട്, ഇതിനിപ്പോൾ പറ്റും നിസ്കരിക്കാൻ. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തരുത്. ആ ഒരു ബോധം ഉണ്ടാകണം. നമ്മളെ ഖബറിൽ അതേ ഉണ്ടാവുള്ളൂ, നമ്മൾ ചെയ്തതേ നമുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ടൊരു നന്മ ചെയ്യണ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുക. അതാണ് ഇഖ്ലാസ് പറഞ്ഞാൽ. റബ്ബിന് പ്രതീക്ഷ വെച്ചുകൊണ്ട്, റബ്ബിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത്രയും നമ്മൾ ചെയ്യണ കർമ്മങ്ങൾ പടച്ചോനിലെ ആഗ്രഹം വെച്ച് ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസ് വേണം. സൂറത്തു ഇൻസാൻ്റെ ആയത്തുണ്ടല്ലോ, ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, ഭക്ഷിപ്പിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞിടത്ത് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല എന്നാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅം എന്ന് പറയണ്ടല്ലോ. ഞാൻ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ എന്നാണ്. അതിൻ്റെ തഫ്സീറിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാണ്. അല്ല ആലോചിച്ച് നോക്കി, ചില ആളുകൾ ദാനം ചെയ്യുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് പറയും? ഒന്നും ആഗ്രഹിക്കണില്ല കേട്ടോ പറയും, ഒന്നും ആഗ്രഹിക്കില്ല കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് അതുപോലും പറയാൻ പാടില്ല എന്നാണ്. കാരണം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കണേ, നമ്മൾ കൊടുക്കുന്നത് അള്ളാൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടാണ്. അതുപോലും അതാണ് ശരിയായ ഇഖ്ലാസ്. നിങ്ങൾ ഇച്ചും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പോലും ഒരു ദാനം ചെയ്യുമ്പം പറയരുത്, അത് ഇഖ്ലാസ് പോകും. നമ്മൾ ആഗ്രഹിക്കണ ഓൻ്റെ പ്രാർത്ഥന ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പടച്ചോൻ്റെ പ്രതിഫലമാണ്. അത് ഓനോട് പ്രാർത്ഥിക്കാൻ പറയണ്ട, അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. അതാ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന അദ്ദേഹം പറയണത്. അങ്ങനെ നമ്മൾ ചെയ്യണത് കുറച്ചാണെങ്കിലും, ഉള്ളത് മുതൽ കുറച്ചാണെങ്കിലും അത് ഇഖ്ലാസോടുകൂടി ചെയ്യാൻ ഇതേ ഖബർക്ക് ഉണ്ടാവും എന്നുള്ളൊരു ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത് എപ്പോഴാണ് ഈ വണ്ടി നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് നമ്മളെ ഖബറിലേക്കാകുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതുണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഈ നോമ്പ്, അതുണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഈ ഖുർആൻ. കാരണം ഈ